പല നടയിലും കണ്ടില്ല, നിന്നെ അരയാൽ തറയിലും കണ്ടില്ല. ആശ്രമവനത്തിലും അന്തപുരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്റെ വാലയവാതിൽ, തേടി വരുന്നു ഞാൻ ദേവി ശ്രീദേവി. വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല, എൻ്റെ തുളസി തറയിലിരുന്നില്ല. ദാഹിച്ചു മോഹിച്ചു ചൂടാൻ കോർത്തൊരു താമരമാലയണിഞ്ഞില്ല. ദേവി ശ്രീദേവി മാനസ പൊയ്ക തന്നടുവിൽ ഒരു മണിവീണനാദം കേട്ടു ഞാൻ. മനസ്സിനുള്ളിലെ പൂജാമുറിയിലും കനകച്ചിലമ്പൊലി കേട്ടു ഞാൻ. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്റെ വാലയവാതിൽ, തേടി വരുന്നു ഞാൻ ദേവി ശ്രീദേവി. കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പരിപാടിയുടെ തുടക്കമെന്ന നിലയിൽ ദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ജില്ലാ പത്രപ്രവർത്തക സംഘത്തിൻ്റെ ശ്രീമാൻ ചന്ദ്രമോഹൻ, മനോരമ പത്രം അവർ നമ്മുടെ ക്ഷണപ്രകാരം എത്തിയിരിക്കുന്നു. കൂടാതെ സമന്വയുടെ തുടക്കം മുതൽ തന്നെ സജീവ പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീമതി പത്മകുമാരി, കുമ്പള നിവാസിയാണ്. ഞാൻ ഈ ആർട്ട് ഫെസ്റ്റിവലിലേക്ക് ചടങ്ങിലേക്ക് വരുന്നത് ശ്രീകൃഷ്ണൻ്റെ സന്നിധിയിൽ തട്ടമിട്ട അമ്മമാരെയും ഉൾപ്പെടെ പല ജാതി പല വിഭാഗങ്ങളിലെ കുട്ടികൾ, രക്ഷിതാക്കൾ അവരൊക്കെയാണ് കണ്ടത്. ഉച്ചഭാഷണിലൂടെ നമ്മൾ കേട്ടത് മഹാത്മാഗാന്ധിജി ദണ്ഡി സത്യാഗ്രഹത്തിന് പാടിയ വരികൾ, അല്ലാ തേരെ ഈശ്വര നല്ല വരികൾ. കല എന്നത് നമ്മുടെ പരസ്പര വിശ്വാസങ്ങളെയും സൗഹൃദങ്ങളെയും പല ജാതി മതസ്ഥരെയും പല ഭാഷകളെയും സമൂഹത്തെയും ഒന്നിപ്പിക്കുന്ന വിശാലമായ വിശദമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ കലയിൽ വലിപ്പച്ചെറുപ്പമില്ല, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ല. പല വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അത് ഏറ്റവും താഴേക്കടികളിലുള്ളവർ വരെ മുതൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ളവരെ വരെ ഒത്തുചേരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ കലയെ സംരക്ഷിക്കാൻ, ആ കലയെ പ്രചോദിപ്പിക്കാൻ, ആ കലയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ കടമകൾ നിർവഹിക്കും. ശ്രീ ദാമോദരൻ റിട്ടയർഡ് തഹസിൽദാർ അദ്ദേഹം ഈ സമന്വയ കാസർഗോഡിൻ്റെ എല്ലാം ആണ്. അദ്ദേഹം അത് സമന്വയ ഭാരത് ഫെസ്റ്റിവൽ എന്നാണ് ഇതിൻ്റെ പേര്. ഈ കർമ്മം ചെയ്യുക കാത്തിരിക്കുക എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ തന്നെ
നമ്മുടെ ജീവിതം നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുക. അത് ശ്രീ ദാമോദരനും സഹപ്രവർത്തകരും ചെയ്യുന്നു. ഇതിൽ വന്നാലും ദാമോദരൻ സാറ് റെഡിയാണ് ഭാരത് ഫെസ്റ്റിവൽ നടത്താൻ. ഇവിടെ വന്ന ഓഡിയൻസിൻ്റെ എണ്ണം നോക്കിയാലും വേദിയിലിരിക്കുന്നവരുടെ എന്താ പറയണ്ടേ വലിപ്പം നോക്കിയാലും ദാമോദരൻ കാണുന്നത് ഈ കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള വെളിച്ചമാണ്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന വെളിച്ചം അത് ഈ നാടിനെ ആകെ സാംസ്കാരിക സാമൂഹിക മേഖലയാകെ വെളിച്ചം പകരുന്ന ഒരു കൈത്തിരി പ്രകാശമാണ്. അത് പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെല്ലാവരും ഒത്തുകൂടുന്നു. ഈ ഒത്തുകൂടലിന് 26 വർഷം നമ്മൾ ഈ ഒത്തുകൂടലിൽ പങ്കാളികളായി ഇങ്ങനെയൊരു സൗജന്യം ശ്രീ ദാമോദരൻ സഹപ്രവർത്തകരും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്നെന്നും നാട് ഓർക്കും. അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പ്രകാശം എല്ലാ മനസ്സിലേക്കും ഈ മണ്ണിലേക്കും നമ്മുടെ അന്തരീക്ഷത്തിലേക്കൊരു പ്രകാശമായി ഈ വെളിച്ചം ഇനിയും പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഭാരത്. 2026 ഇപ്പോൾ ഞാനിവിടെ കാണുന്ന ഈ കുറച്ച് ആൾക്കാർ പുതിയതാണ്. പക്ഷേ ഇത് 2000-ൽ രൂപം കൊണ്ട ഒരു ആർട്ട് ഫോറമാണ്. അന്ന് നമ്മുടെ കാസർഗോഡ് ടൗൺ ഹാളിൽ, അതായത് ഏതാണ്ടൊരു 10-15 വർഷക്കാലം കാസർഗോഡ് ജില്ലയുടെ വിവിധ വലിയ വലിയ ഹോളുകളിലെ പോലീസുകാരൊക്കെ ഇടപെട്ട് 2-3 പകലും രാത്രി ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ പ്രോഗ്രാമായിരുന്നു. ആദ്യമായിട്ടൊരു ആർട്ട് ഫോറം രൂപം കൊണ്ടത് തന്നെ ഈ കാസർഗോഡ് ഉത്സവത്തിൽ കൂടെയാണ്. അതിനുശേഷം ഒരുപാട് മറ്റ് ഇതര സംഘടനകളൊക്കെ ഇതുപോലെ രംഗത്തിറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അന്നൊക്കെ ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥന്മാരും അമ്മമാരും മറ്റേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, പെൻഷനായ ആൾക്കാർ, നമ്മുടെ പബ്ലിക്സ് എല്ലാവരും കൂടെ കയറി കൂടി അന്ന് ഭയങ്കര ബഹളമായിരുന്നു. കാരണം ടോക്കൺ കൊടുക്കാൻ ഞങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ അതിനപ്പുറം ഞങ്ങൾ കൊടുക്കില്ലായിരുന്നു. അങ്ങനെ നടത്തിയൊരു വലിയ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഇടക്കാലത്ത് ഞാൻ കുറച്ച് നാൾ മാറി നിന്നിരുന്നു. എൻ്റേതായ വ്യക്തിപരമായ കാരണങ്ങൾ എനിക്കിത് പങ്കെടുക്കാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ അടുത്തിടെയാണ് സാറിനെ പിന്നെ രണ്ടാമത് കാണാനും പിന്നെ ഇതൊരു ഓർമ്മ പുതുക്കാനുമായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പരിപാടിക്ക് വന്നിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ എന്നെ വിളിച്ചത്. അപ്പോൾ അന്ന് മുതൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് ഇത് വലിയ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംഘടനയാണ്. കളക്ടറുടെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും സാക്ഷ്യപത്രത്തിലും ഇതോടുകൂടി ഞങ്ങൾ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്ത് നിരവധി ട്രോഫികളും കൊടുത്ത് എത്രയോ കലാകാരന്മാരും കലാകാരികളും ഈ വേദിയിൽ കൂടെ കയറിപ്പോയെന്ന് നിങ്ങൾക്കറിയാം. സീരിയൽ രംഗത്തുമൊക്കെ പലരും ഉണ്ട്, സിനിമാ രംഗത്തുമൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് കലാപ്രതിഭകളെ നമ്മൾ വളർത്തിയെടുത്ത ഒരു വലിയ ആർട്ട് ഫോറമാണ് ഈ കാസർഗോഡ് ഉത്സവം. സമന്വയ എന്നുള്ള വാക്കിൽ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരോടും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഒരു രൂപഭംഗിയുള്ള ഒരു ഫോറം കൂടിയാണ്. അത് എടുത്തു പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ അപ്പമൊക്കെ. പക്ഷെ ഇന്ന് കസേരകളിട്ടാൽ ചിലപ്പോൾ ഒന്നും അറിയുന്നുണ്ടാവില്ല. കോമ്പറ്റീഷൻസ് ഉണ്ട്, എതിരാളികൾ സാറിനുണ്ട്, നമ്മുടെ ഈ പ്രോഗ്രാമിനെ തകർക്കുന്നവരുണ്ട്. നിങ്ങളും അത് അറിയണം. അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ വരാതെയുണ്ട്. പക്ഷേ എന്നാലും ഇദ്ദേഹം ഇപ്പോഴും സാറ് പറഞ്ഞല്ലോ, അത് 2 പേരാണെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുമെന്നുള്ളതാണ്. ഈ 26 വർഷം ഇത് മുടങ്ങിയിട്ടില്ല. ഈ 26 വർഷം ഈ പ്രോഗ്രാം മുടങ്ങിയിട്ടില്ല. പത്രത്തിൽ കാണും. ഞാൻ വരാത്ത പോലും പത്രത്തിൽ ഇതിൻ്റെ ന്യൂസ് വായിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ കോൺഫിഡൻ്റാണ് ഞാൻ ആലോചിക്കുന്നത്. ആരാണേലും തകർന്നു പോകും. കാരണം തളർന്നു പോകത്തില്ലേ. ആരുമില്ലെങ്കിൽ നിരാശരായിട്ട് പോയാലും പുള്ളിക്കാരന് ഒരു പ്രശ്നവുമില്ല. വളരെ കൂളായിട്ട് അന്തസ്സായിട്ട് അത് നടത്തും. അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കും. പ്രസൻറ്റ് തന്നതാ നിന്നാണെങ്കിലും സംസാരിക്കും. അത് കഴിഞ്ഞ് മാധ്യമങ്ങളിലെല്ലാം അതിൻ്റെ അറിയിപ്പും കൊടുക്കും. എല്ലാവരുടെയും എതിരാളികളുണ്ട് അത് നടത്തിയെന്നുള്ള. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടെ കണ്ടതിനെക്കാട്ടി കുറച്ചും കൂടെ ഡെവലപ്പായിട്ടുണ്ട്. ഇനി എന്തായാലും നന്നായി വരട്ടെ. ഒരുപാട് പ്രസംഗമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇത്ര പേരെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഹമീദൊക്കെ നമ്മുടെ അന്നേയുള്ള സുഹൃത്താണ്. ഇതിൽ വളരെ കാലങ്ങൾക്ക് മുമ്പെയൊക്കെ ഞങ്ങൾ പരിചയക്കാരാണ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു വേദിയായിട്ട് തീരട്ടെ. ഇനി അടുത്തതിൻ്റെ തുടർന്നുള്ള 2ാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 15-നാണ്. അന്നുമുണ്ട്. എല്ലാവരുടെ സഹായ സഹകരണങ്ങളുണ്ടായി നല്ല രീതിയിൽ ഈ കലാരൂപം വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉത്സവം 2നും പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മോനെ പങ്കെടുക്കാൻ
കഴിഞ്ഞ വർഷം മാത്രം വന്നിട്ടില്ല. ബാക്കി എല്ലാ വർഷവും 2 പരിപാടിക്കും വന്നിട്ടുള്ളത്. അന്നൊക്കെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. വലിയ ആൾക്കാർ ചെറിയ ആൾക്കാരുമായിട്ട് ടൗൺ ഹാളിലായിരുന്നു. അപ്പോൾ നല്ലപോലെ. അതുപോലെ നമ്മുടെ പ്രേമലത എന്ന ആളും അതുപോലെ സഹകരിച്ച കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ ഈ സമുന്നയയിലുള്ളൂ. 2000-ലാണ് നമ്മുടെ സമുന്നയ കാസർഗോഡ് എന്ന ഈ സംഘടന നിലവിൽ വരുന്നതും അന്ന് മുതൽ ഇന്ന് വരെ ഒരു കൊല്ലം മുടങ്ങാതെ നമ്മുടെ പത്മകുമാരി സിസ്റ്റർ പറഞ്ഞ പോലെ മുടങ്ങാതെ ഈ കലാപരിപാടിയുമായി ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്ന് 2026 കടന്നിരിക്കുകയാണ്. എന്നാൽ ഈ 25 വർഷക്കാലം 2, 3, 4 മെമ്പർമാരെ വെച്ച് മാത്രമാണ് ഈ ഞങ്ങൾ മുന്നോട്ട് പോയതെങ്കിൽ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഒരുപാട് നാട്ടുകാരും കലാസ്നേഹികളുമായ കുട്ടികളും അതുപോലെ എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചിരുന്നു. ഇതിലും കൂടുതൽ അടുത്ത പ്രാവശ്യമെങ്കിലും ഞങ്ങളോട് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയ എല്ലാവരും കൂടി സഹകരിച്ചാൽ ഇതിലും കൂടുതലേ പഴയ കാലത്തെ ഞങ്ങളുടെ ആ കലാവിരുന്നിനെ പോലെ ടൗൺ ഹാളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ ആ ജനക്കൂട്ടത്തെ നമുക്ക് വീണ്ടും സമുന്നയയുടെ പരിപാടിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള തേടി വരുന്നു ഞാൻ എൻ്റെ വാലയവാതിൽ, തേടി വരുന്നു ഞാൻ ദേവി ശ്രീദേവി. അമ്പലനടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല, ആശ്രമവനത്തിലും അന്തപുരത്തിലും അല്ലിപ്പുങ്കാവിലും കണ്ടില്ല. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ എൻ്റെ വാലയവാതിൽ, തേടി വരുന്നു ഞാൻ ദേവി ശ്രീദേവി. വിളിച്ചിട്ടും വന്നില്ല, എൻ്റെ തുളസി തറയിലിരുന്നില്ല, ദാഹിച്ചു മോഹിച്ചു ചൂടാൻ കോർത്തൊരു താമരമാലയണിഞ്ഞില്ല. ദേവി ശ്രീദേവി മാനസ പൊയ്ക തന്നടുവിൽ ഒരു മണിവീണനാദം കേട്ടു ഞാൻ, മനസ്സിനുള്ളിലെ പൂജാമുറിയിലും കനകച്ചിലമ്പൊലി കേട്ടു ഞാൻ. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ എൻ്റെ വാലയവാതിൽ, തേടി വരുന്നു ഞാൻ ദേവി ശ്രീദേവി. നാടെല്ലാം വള്ളുവനെ നഗലെടുക്കും, നഗരെല്ലാം കമ്പനിൻ പുകൾ വിരിക്കും, ഏടെല്ലാം ഇളങ്കോവിൻ നഗൽ പതിക്കും, എഴുത്തെല്ലാം ഭാരതിയെ പടം പിടിക്കും, കാടെല്ലാം ഭാവിൻ തൻ കളം அமைக்கும், கடலெல்லாம் அவ்வியின் களம் மிதிக்கும், இனிமை கூட்டும் இன்பமொழி, இளமை காக்கும் அருமை மொழி, துன்பம் தோக்கும் துடிப்பு மொழி, நன்மை விளைக்கும் செம்மொழியான தமிழ் மொழியில் இந்த காசர்கோடு மண்ணிலிருந்து என்னால் பேச முடிந்ததை நினைத்து நான் மிகவும் பெருமை கொள்கிறேன். இங்கு வருகை தந்திருக்கும் ஆன்றோர்க்கும் சான்றோர்க்கும் ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds,
മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.